സിയുടെ ജംബോ കോർ കമ്മിറ്റിയും ഹൈജാക്ക് ചെയ്ത് ഷാഫി പറമ്പിൽ. ക്രിസ്ത്യൻ നേതാക്കളെ മുഴുവൻ ഒതുക്കുന്ന ഷാഫിയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിയെ ചിലർക്ക് അടിയറവ് വയ്ക്കാനെന്ന് വിമർശനം. സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തർക്കങ്ങൾ പരിഹരിക്കാനും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും KPCC രൂപീകരിച്ച കോർ കമ്മിറ്റിയും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും കോൺഗ്രസിനെ ചില പച്ചത്തൊഴുത്തിൽ കെട്ടാൻ ഷാഫി പറമ്പിലും കൂട്ടരും ശ്രമം ആരംഭിച്ചിരിക്കുന്നുവെന്ന ആരോപണങ്ങൾ രൂക്ഷമാകുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ നാമധാരികളായ യുവ നേതാക്കളെ ഒതുക്കാനുള്ള ഗൂഢനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്ന നേതാവാണ് ഷാഫി എന്ന ആരോപണം ശക്തമാണ്. കോൺഗ്രസിനെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം തൊഴുത്തിൽ കൊണ്ടുചെന്ന് കെട്ടാൻ നീക്കം നടത്തുന്ന ആളുകളെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തേണ്ട കമ്മിറ്റിയിൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും അല്ലാത്തവരുമായി 18 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോർ കമ്മിറ്റിയിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായുള്ളതല്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റുമാർ, പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന നേതാക്കൾ, KPCC ഭാരവാഹികൾ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ എന്ന മാനദണ്ഡത്തിലാണ് നിലവിൽ കോർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഏത് കമ്മിറ്റി സംസ്ഥാനത്ത് നിലവിൽ വന്നാലും പ്രവർത്തക സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന പ്രവണത ഇതിലും തുടർന്നിട്ടുണ്ട്. പ്രവർത്തക സമിതിയിലെ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു മാനദണ്ഡത്തിലും ഉൾപ്പെടാത്ത ഷാനിമോൾ ഉസ്മാൻ എന്നിവരെയൊക്കെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിലവിൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരനെ പോലെയുള്ളവരും MM ഹസനും ഒക്കെ പട്ടികയിൽ കയറിപ്പറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർഭരണ സാധ്യതകളെ തുരങ്കം വെച്ചവരെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന വാദവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷന് പുറമെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തിയതിന്റെ സാങ്കത്യവും ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. കമ്മിറ്റിയുടെ ആകെ ഗൗരവം നഷ്ടമായിരിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ വീടുകളിൽ നിന്നും ഉൾപ്പെടെ പരാതി ഉയർന്ന വിധം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി കോടികളുടെ PR ചെയ്ത് പാർട്ടിയുടെ നിലവിലെ അനുകൂല സാഹചര്യം ഇല്ലാതാക്കിയ ഷാഫി പറമ്പിൽ വരെ പാർട്ടിയെ നന്നാക്കാനുള്ള കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ പരിതാപകരം. അതേസമയം സംസ്ഥാനത്തെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവരുമായ നേതാക്കളെ വെളിയിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയ കാര്യസമിതിക്ക് പിന്നാലെ മറ്റൊരു കമ്മിറ്റി കൂടി സൃഷ്ടിച്ച് എല്ലാം ജംബോ ആക്കിയിരിക്കുകയാണ് ഫലത്തിൽ ചെയ്തിരിക്കുന്നതെന്നും വിമർശനമുണ്ട്. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാലും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഉടനടിയൊന്നും പരിഹാരം കാണാൻ സാധ്യമല്ല എന്നുള്ള വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.